നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പനമ്പിള്ളി നഗറിനടുത്ത് നടുറോഡിൽ കണ്ടെത്തിയ സംഭവത്തിൽ മനസാക്ഷി നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞത് ആമസോൺ പാർസൽ കവറിൽ പൊതിഞ്ഞായിരുന്നു. ഈ കവറിലെ മേൽവിലാസം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിനു പിന്നാലെ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തെ വൻഷിക അപ്പാർട്ട്മെന്റിലെ 5C1 അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം. 15 വർഷമായി ഇവർ ഇവിടെ താമസിച്ചു വരികയാണ്. യുവതിയായ മകൾ അവിവാഹിതയാണെന്നും കേരളത്തിന് പുറത്താണ് പഠിക്കുന്നതെന്നുമാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കുഞ്ഞിന്റെ കഴുത്തിൽ തുണി ചുറ്റി വരിഞ്ഞു മുറുക്കിയതിന്റെ പാടുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഫ്ളാറ്റിലെ ടോയ്ലറ്റിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. ഇവിടെ വെച്ചാണ് പ്രസവം നടന്നതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. 3 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഫ്ളാറ്റിലേക്ക് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കസ്റ്റഡിയെടുത്ത 3 പേരെ 2 പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നീക്കിയിട്ടുണ്ട്. യുവതിയെ ആശുപത്രിയിലേക്കായിരിക്കും മാറ്റുക. അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. കുഞ്ഞിന്റെ ശരീരം പൊതിയാൻ ഉപയോഗിച്ച ആമസോൺ പാർസൽ കവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പേരെയും കുറിച്ച് സൂചന ലഭിച്ചത്. രക്തക്കറ മൂലം കവറിലെ വിലാസം വ്യക്തമായിരുന്നില്ലെങ്കിലും ബാർകോഡ് വ്യക്തമായിരുന്നു. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഫ്ളാറ്റിന് മുന്നിലെ ഒഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിയുന്നതിനിടെ ലക്ഷ്യം തെറ്റി റോഡിൽ വീണതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇന്നു രാവിലെ 8 മണിയോടെയാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. ടാക്സി ഡ്രൈവറാണ് ആദ്യം മൃതദേഹം കാണുന്നത്. കുഞ്ഞിനെ വലിച്ചെറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. 21 ഫ്ളാറ്റുകളാണ് സമുച്ചയത്തിലുള്ളത്. ഇതിൽ 3 എണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇവിടെ അടുത്തിടെയൊന്നും താമസക്കാർ എത്തിയിരുന്നില്ല എന്നാണ് സമീപത്തെ ഫ്ളാറ്റിലുള്ളവർ പോലീസിനെ അറിയിച്ചത്. അസ്വാഭാവികമായി ഒന്നും കണ്ടില്ലെന്നാണ് സുരക്ഷാ ജീവനക്കാരും പോലീസിനെ അറിയിച്ചത്. ഒരു ദിവസം പ്രായമായ ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ നടുറോഡിൽ ശുചീകരണ തൊഴിലാളികളും സമീപവാസികളും കണ്ടത്. തുടർന്നാണ് CCTV ദൃശ്യം ലഭിക്കുന്നത്. പൊക്കിൽ കൊടി മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം. കുഞ്ഞിനെ മരിച്ച ശേഷം എറിഞ്ഞതാണോ അതോ എറിഞ്ഞു കൊന്നതാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞ പ്രദേശത്താകെ ജനം തടിച്ചുകൂടി. കുഞ്ഞിന്റെ മൃതദേഹം എറിഞ്ഞതെന്ന് കരുതുന്ന സമീപത്തെ വംശിക എന്ന അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിൽ രക്തക്കറ കണ്ടെത്തുകയായിരുന്നു. മകൾ ഗർഭിണി ആയിരുന്നെന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ലെന്നും മകൾ പ്രസവിച്ച കുട്ടിയെയാണ് എറിഞ്ഞു കൊന്നതെന്നുമാണ് പ്രാഥമിക വിവരം. നേരത്തെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ളാറ്റുകളിലുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. കുട്ടിയെ താഴേക്ക് എറിഞ്ഞത് ആമസോൺ കൊറിയർ വന്ന ഒരു കവറിലായിരുന്നു. ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലാണ്. ഒടുവിൽ ഇതിൽ നിന്ന് ബാർകോഡ് സ്കാൻ ചെയ്തെടുത്താണ് പോലീസ് 5C എന്ന ഫ്ളാറ്റിലേക്ക് എത്തിയത്. ഒരു പൊതി ഫ്ളാറ്റിന്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതോടെയാണ് സംശയമുള്ള ഈ അപ്പാർട്ട്മെന്റിലേക്ക് തിരിഞ്ഞത്. ഇന്ന് രാവിലെ 8:15 കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പനമ്പിള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ കണ്ടെത്തിയത്. തുടർന്ന് CCTV പരിശോധിച്ചപ്പോൾ 7:37 കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി വരികയാണ്. DCP K സുദർശന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.